നെപ്പോട്ടിസം. നമ്മൾ ഒരുപാട് തവണ ഈ വാക്ക് കേട്ടിട്ടുണ്ട്. നെപ്പോട്ടിസം. എങ്കിലും ഇന്ന് അതിന്റെ എല്ലാ സത്തയും വലിച്ചു കുടിച്ച് മതിച്ചു വളർന്ന ഒരു ലോക നേതാവിന്റെ കഥയാണ് പറയുന്നത്. പണം കൊണ്ട് കുതിര കളിച്ചെടുത്ത് നിന്നും പാപ്പരത്വത്തിന്റെ പീക്ക് കണ്ട ഈ അത്ഭുത മനുഷ്യൻ തന്റെ കരിഷ്മയും പേഴ്സണൽ ബ്രാൻഡിങ്ങും കൊണ്ട് പിന്നീട് ലോകം കീഴടക്കിയ ഒരു ജീവിതയാത്രയുടെ കഥ. വൻ തോൽവികളും അനവധി വിവാദങ്ങളും നേരിട്ടിട്ടും അയാൾ നടത്തിയ ഒരു തിരിച്ചുവരവിന്റെ കഥ. 2 തവണ ഇംപീച്ച്മെന്റ്, സ്റ്റോമി ഡാനിയൽസ് എന്ന രതിചിത്ര നടിയുമായിട്ടുള്ള രഹസ്യബന്ധങ്ങൾ, ലൈംഗിക ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ്, പിന്നീട് വെടിയുണ്ടകൾ പോലും ചെവി തുളയ്ക്കുന്ന രാഷ്ട്രീയ യുദ്ധമേഖലയിൽ നിന്നും ഒരടി പിന്നോട്ടില്ലാതെ തന്റെ സാമ്രാജ്യം ഉയർത്തിയ ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ. അതെ, ഭരണപരിചയവും രാഷ്ട്രീയ പാരമ്പര്യവും ഒന്നുമില്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിലൊന്നിന്റെ ഉന്നത പദവിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വട്ടുള്ളവന്റെ പൊട്ടൻ സ്വപ്നമെന്ന് ചിലർ പറഞ്ഞു. അതല്ലെങ്കിൽ കാശു കുന്നുകൂടി വിരളി പിടിച്ച കോടീശ്വരന്റെ അതിമോഹമെന്ന് എല്ലാവരും വിധി എഴുതി. പക്ഷേ വിധി എഴുതിയത് മറ്റൊരു ചരിത്രമായിരുന്നു. സ്വപ്നം കണ്ടതെല്ലാം നേടിപ്പിടിച്ച, സ്വന്തം പേരും ബ്രാൻഡും ഫോട്ടോയും എല്ലാം പേറ്റന്റ് ചെയ്ത ഒരൊറ്റക്കൊമ്പ്. തലമുറകളുടെ ഓർമ്മകളിൽ പതിയാൻ പോകുന്ന ജീവിച്ചിരിക്കുന്ന വിവാദമായിരുന്നു ഡൊണാൾഡ് ജോൺ ട്രംപ്.